ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കാം എന്ന് കാണിക്കാനായിട്ടാണ്. ഇതിന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം വെളിയിൽ നിന്നൊന്നും അധികം വെള്ളം കൊടുത്തൊന്നും ഇനി കസ്റ്റാർഡ് പൗഡർ വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കാനായിട്ട് ഒട്ടും നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ബൗൾ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടാണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് പൗഡറാക്കി എടുക്കണം. തരികളൊന്നും ഇല്ലാതെ ഇത് ആദ്യം തന്നെ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1 ബൗൾ അളവിൽ ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് കോൺഫ്ലോറാണ്. ഇത് മസ്റ്റായിട്ട് ചേർക്കണം. അതുപോലെ തന്നെ ആ സെയിം അളവിൽ തന്നെ 1 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഏലക്കാപ്പൊടി പൊടിച്ചതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 ഡ്രോപ്പ് അളവിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ പൊടി രൂപത്തിൽ വരുന്ന കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടോ. ഒരു ചെറിയ യെല്ലോ ഷെയ്ഡാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡേ കിട്ടിയിട്ടുള്ളൂ. നമ്മളിത് മിക്സ് ചെയ്ത് വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറാണ് നമുക്കിന്ന് കിട്ടുക. ഇനി ഞാനിതൊരു ബൗളിലോട്ട് നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ നല്ല ഫ്രൂട്ട് സലാഡോ ഐസ്ക്രീമോ കേക്കോ ഒക്കെ നമുക്ക് ഇതിനുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ പാത്രത്തിലോട്ട് നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഇച്ചിരി വെള്ളത്തിൽ ഞാനിതൊന്ന് കലക്കി കാണിക്കാം. ഇതിൻ്റെ കളറ് ഒരു 2 സ്പൂൺ അളവിൽ ഇത് പൊടി എടുത്തിട്ട് ഇത് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് മറക്കാതെ ട്രൈ ചെയ്യുക. ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. 1 വർഷം വരെ നമുക്കിതൊന്ന് കേടാവാതെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.